ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുളകിൻ്റെ സംരക്ഷണവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തൈയാണ്. സാധാരണ ആൾക്കാർ പറയാറുണ്ടല്ലോ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന തൈകൾ അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ്. പക്ഷേ ഇത് ഹൈബ്രിഡ് തൈയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഇതൊരു പച്ചമുളക് തന്നെയാണ്. നമ്മൾ വെള്ളക്കാന്തിരയാണെന്ന് തോന്നുന്നു. പക്ഷേ വെള്ളക്കാന്തിരയല്ല. പച്ചമുളക് തന്നെയാണ്. വൈറ്റ് കളറാണ് ഇതിനുള്ളത്. ഇതുണ്ട് നിറച്ച് കാഴ്ചയുണ്ട്. കാര്യമായിട്ട് രാസവളം ഒന്നും ചെയ്യുന്നതല്ല. ജൈവവളത്തിലൂടെ മാത്രം ആണ് ഇതിനകത്ത് കൃഷി ചെയ്യുന്നത്. വേപ്പെണ്ണയും സോപ്പും മിശ്രിതവും ഒക്കെ നമ്മളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് അടിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ പൂക്കളും കായാവുന്നുണ്ട്. കീടബാധ കുറവുണ്ട്. ഇലച്ചുരുളൊന്നും കുറവുണ്ട്. കാരണം സാധാരണ ഇലച്ചുരുൾ എല്ലാം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ചുവട്ടിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10-20 ദിവസം കൂടുമ്പോൾ വേപ്പ് പിണ്ണാക്കോ ചാണകമോ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടം ഇടാത്ത ചെറിയ തോതിൽ മാത്രം. എന്നിട്ട് വെള്ളത്തിൻ്റെ തോത് വേണം. നമുക്കിപ്പം മഴയുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം കായ്ക്കും. പിന്നെ സമയത്ത് മുളക് പറിക്കുക. ഈ കൂടുതൽ മുളക് പറിച്ചാൽ മാത്രമേ കൂടുതൽ മുളകുകൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ പൂ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള മുളകൊക്കെ പറിക്കുവാണെങ്കിൽ അടുത്ത് പൂവുകളുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുളക്. ഇവിടെ പൂ ഒക്കെ ആവശ്യം പോലെ വരുന്നുണ്ട്. ഈ പൂക്കൾ ഇനി വലുതായി വരണമെന്നുണ്ടെങ്കിൽ അടിയിൽ വരുന്ന മുളക് നമ്മൾ പറിച്ചോണം. നിറച്ചും മുളക് കായ്ച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊരു പരിചരണം ചെയ്തില്ലെങ്കിലും ഇതുപോലുള്ള മുളക് നമ്മൾ കായ്ക്കും. ഇപ്പം കീടബാധ മാത്രം നോക്കിയാൽ മതി. കീടബാധ ഇല്ലെങ്കിൽ ഏറ്റവും നല്ല. പിന്നെ എല്ലുപൊടി അത്യാവശ്യമുള്ള ഘടകമാണ്. എല്ലുപൊടി അല്ലെ മുട്ടത്തോട് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് തന്നെ ഈ മുളകിൽ നിന്ന് ഒരു കിലോ മുളകെങ്കിലും ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇനി നിൽക്കുന്ന പറിക്കാൻ. ഇത് ഒരു 6-7 മാസത്തേക്കുള്ളായി ഞാൻ വിളവെടുക്കുന്നു ഇതിൽ നിന്ന്. ഇനി നിൽക്കും. ഇതിപ്പം ഒരു കൊല്ലമൊക്കെ മുളക് നിൽക്കും. ഇപ്പോഴത്തെ ഹൈബ്രിഡ് മുളകുകൾ ഒരു കൊല്ലത്തെ കൂടുതൽ നിൽക്കത്തില്ല. അല്ലാത്ത പഴയ നമ്മുടെ കൊമ്പ് മുളകൊക്കെ ആണെങ്കിൽ ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ നിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു തക്കാളി കൂടിയാണിത്. ഇതിൻ്റെ ഏകദേശം പൂവിടാറൊക്കെ ആയി വരുന്നുണ്ട്. ഇത് പൂവിടുമ്പോഴും അതൊക്കെ ഇതിൻ്റെ ബാക്കി വീഡിയോകളിൽ തന്നെ ഉണ്ടാവും. ഏകദേശം മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നത് ഇവിടെ മുട്ടായി തുടങ്ങി. വലിയ ചെറിയ പൂവുണ്ട്. ഇത് തക്കാളി എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് ഉള്ള വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.